ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലയാളികൾക്ക് വളരെ പ്രധാനപ്പെട്ട മാസമാണ് കർക്കിടക മാസം. ഈ മാസത്തിലാണ് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി കൂടുതലായും ശ്രദ്ധ കൊടുക്കാറ്. കർക്കിടക കഞ്ഞി, കർക്കിടക സ്പെഷ്യൽ ഇലക്കറികൾ വെച്ച് കഴിക്കുന്നത് ഈ മാസത്തിലാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ചെടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇതെന്താണെന്ന്. ആരുടെയും പ്രത്യേക ശ്രദ്ധയൊന്നും ഇല്ലാതെ നമ്മുടെ വളപ്പിലും റോഡിലും എല്ലാം ഇത് കാണുന്നൊരു ചെടിയാണിത്. കൊടിത്തുവ, ആനക്കൊടിത്തുവ, ചൊറിയണം എന്നെല്ലാം ഒരുപാട് പേരുണ്ട് ഇതിന്. അപ്പോൾ നമ്മളെല്ലാവരും അവഗണിച്ച് കളയുന്ന ഒന്നാണിത്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരുപാട് കാണാൻ പറ്റും. ഉപദ്രവകാരിയായിട്ടാണ് നമ്മളെല്ലാവരും ഇതിനെ കാണുക. കാരണം നമ്മളിത് കയ്യിലൊക്കെ തട്ടിയാൽ, കയ്യിലല്ല നമ്മളെ സ്കിന്നിലൊക്കെ തട്ടിയാൽ ഇത് ചൊറിയും. അപ്പോൾ എല്ലാവർക്കും പേടിയുള്ളൊരു ചെടിയാണിത്. അപ്പോൾ ഇനി ഇതിനെ ആരും അവഗണിച്ച് കളയണ്ട. ഏറെക്കുറെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ചെടിയാണിത്. ഒരു നല്ല ഒന്നാന്തരം നാട്ടുമരുന്നാണ്. രക്തശുദ്ധിക്ക് സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു പോഷക ഗുണമുള്ള ചെടിയാണിത്, ചൊറിയണം. ഇത് നമ്മുടെ കൈവെള്ളയിൽ തട്ടിയാൽ ചൊറിയില്ല. കൈൻ്റെ പുറത്ത് സ്കിന്നിൽ അവിടെയൊക്കെ തട്ടിയാലാണ് ഇതേറെ ചൊറിയുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ അത് പറിച്ചെടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം. ഇത് വെച്ച് തോരൻ, കൂട്ടാൻ, കറി ഇതെല്ലാം നമുക്കുണ്ടാക്കാം. പക്ഷെ നമ്മൾ ആരും അതിന് മെനക്കെടാറില്ല. മെയിൻ കാരണം ഇതന്നെയാണ്, ചൊറിയും. അപ്പോൾ ഞാൻ ആദ്യം ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് ഇത് പൊട്ടിക്കാൻ നിന്നത്. അപ്പോൾ എനിക്കിത് വീഡിയോ എടുക്കലും ഇതൊക്കെ കൂടിയായി എൻ്റെ അവിടെ ഇവിടെയൊക്കെ തട്ടി എനിക്ക് ചൊറിയൽ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഗ്ലൗസ് ഇട്ട് നമ്മൾ സൂക്ഷിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഇത് ചൊറിയൊന്നുമില്ല. അത്ര വലിയ പേടിക്കേണ്ട ചെടിയൊന്നുമല്ല ഇത്. പിന്നെ ഇത് ആനത്തൂവയാണ് കേട്ടോ, ആനക്കൊടിത്തൂവ. വെറും കൊടിത്തുവയല്ല, വെറും കൊടിത്തുവ വേറെയാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായി കാണുന്നത് ഈ ചൊറിയണമാണ്. ഇതാണ് ആനത്തൂവ. കൊടിത്തുവ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ശരിക്കും കൊടിത്തുവ. വെറും കൊടിത്തുവ ഇതാണ്. മറ്റേത് ആനത്തൂവയാണ്. ഇതൊരു വള്ളി പോലെ ആയിട്ടാണ് കേട്ടോ കാണുക. ഇതിൻ്റെ ഇല ഒരു ചെറുതായൊരു വ്യത്യാസമുണ്ട് മറ്റു ചെടിനേക്കാളും. മറ്റൊരു കുറ്റിച്ചെടി പോലെയാണ് നിൽക്കുക. ഇത് കണ്ടോ, ഒരു ഇങ്ങനെ വള്ളി ആയിട്ടാണ് ഇത് കിടക്കുക. ഇത് ആനത്തൂവനേക്കാളും ഒരുപാട് കൂടുതലായി ചൊറിയുന്നത് ഈ കൊടിത്തൂവയാണ്. ഇതിന് നമ്മൾ കുറച്ച് പേടിക്കണം. കാരണം ഇത് തട്ടിയാൽ കൈയൊക്കെ ചുവന്ന്, നമ്മളെ സ്കിന്നൊക്കെ ചുവന്ന് വീർക്കും. ഇത് തട്ടിയാൽ ഇത് നല്ല ചൊറിയണൊരു, മറ്റതിനേക്കാളും കൂടുതലായി ചൊറിയുന്നത് ഇതാണ് കേട്ടോ. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്കിൻ ഡിസീസ് ചികിത്സയിലും ശ്വാസകോശ ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്നതാണിത്. ഇത് കേരളത്തിൽ കൂടുതലായും മറ്റേ ആനത്തൂവയാണ് കാണുന്നത്. അപ്പോൾ ഞാനിതാ നമ്മുടെ ആനത്തൂവ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതില്ലേ നമ്മൾ 10 ദിവസം കറി വെക്കുക, ഉപ്പേരി വെക്കുക, എന്ത് വെച്ച് കഴിച്ചാലും നമ്മുടെ കാഴ്ചശക്തി കൂടും. 10 ദിവസം നമ്മൾ തുടർച്ചയായി ഇത് വെച്ച് കഴിച്ചാൽ കാഴ്ചശക്തി എന്തായാലും കൂടും കേട്ടോ. പിന്നെ ഈ ഇലൻ്റെ പുറം ഭാഗത്തുള്ള ഒരു നാര് പോലെ കാണാം നമുക്ക് വെള്ളം, അതാണ് കേട്ടോ നമുക്ക് ചൊറിയുക. അപ്പോൾ ഞാനിവിടെ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇപ്പോൾ കഴുകണതും ഒക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ഇലകളായി കട്ട് ചെയ്തെടുക്കാം. കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈയേറ്റും നമുക്കിതിന്ന് പറിച്ചെടുക്കാം. മൂത്ത തണ്ട് എടുക്കണ്ട. ചെറിയ തൈയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് തണ്ടോട് കൂടി എടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ ഇപ്പോൾ ഇത് കൈയേറ്റത് പറിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെയുള്ള തണ്ടൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാം, തണ്ടോട് കൂടി എടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി കഴുകാം. നിങ്ങൾ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് കഴുകുന്നതെങ്കിൽ, നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിൽ കൊടുന്ന് ഒഴിക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കണമെങ്കിൽ ഒരിക്കലും ചൊറിയില്ല കേട്ടോ. നിങ്ങൾ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, ഒരിക്കലും ചൊറിയില്ല കേട്ടോ. ഞാനിപ്പോൾ നോർമൽ വാട്ടറിൽ തന്നെയാണ് കഴുകുന്നത്. പിന്നില്ലേ, ഇതുകൊണ്ട് ഒരുപാട് വേറെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് താളി വെച്ച് തലയിൽ തേക്കാം. അതുപോലെ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. അതുപോലെ മുടി കൊഴിച്ചിൽ, താരൻ, അതിനൊക്കെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ, താരന് നമ്മൾ തേക്കുക. ഇതിൻ്റെ സമൂലം ഇതെടുത്തിട്ട്, സമൂലം എന്ന് പറഞ്ഞാൽ വേര്, തണ്ട് എല്ലാതും കൂടി ചേരുന്നതിനെയാണ് സമൂലം എന്ന് പറയുക. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും നന്നായി കഴുകണം കേട്ടോ. വേരൊക്കെ മണ്ണൊക്കെ കളഞ്ഞ് എല്ലാതും നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക. അപ്പോൾ തിളപ്പിച്ചാൽ ഇത് വാടി തുടങ്ങും. ഇതിൻ്റെ ഇലയൊക്കെ ഒരു കളറ് മാറി തുടങ്ങിയാൽ
നമ്മൾ അതെടുത്ത് മാറ്റിയിട്ട് അത് തണുത്തതിന് ശേഷം ആ വെള്ളം കൊണ്ട് തല കഴുകിയാൽ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറും ട്ടോ. അപ്പോൾ ഞാനിത് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. നന്നായി വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോയതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ല ചെറുതാക്കൊന്നും വേണ്ട, കുറച്ച് വലുതായിട്ട് തന്നെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. തേങ്ങ, കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, നല്ല ജീരകം, പച്ചമുളക്, ചുവന്നുള്ളി, വേപ്പിനില. തേങ്ങ നിങ്ങൾ എത്രയാണോ ഇല എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി. പിന്നെ കുറച്ച് ഉഴുന്ന്. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ ഇല എത്രയാണോ എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. പിന്നെ പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ നമുക്ക് അതിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണ് കടുകൊക്കെ പൊട്ടി അതിനോടൊപ്പം ഉഴുന്നൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനത് പറയാൻ മറന്നു പോയതാണ്. ഇതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾ, മുളക് പൊടി ഇതൊക്കെ ഇട്ട് അരച്ച അരപ്പെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ട്ടോ. പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, പരിപ്പ് ഓപ്ഷണലാണ്. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ പരിപ്പ് വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ പരിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഇലകളൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചായി ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വാടിയതിന് ശേഷം പിന്നെ അടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം അടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായി പിഴിഞ്ഞതിന് ശേഷം എല്ലാം എടുക്കുക, അല്ലെങ്കിൽ നന്നായി വെള്ളം ഉണ്ടാവും കേട്ടോ ചട്ടിയിൽ. ഈ ടൈമിലൊക്കെ ഫ്ലെയിം നന്നായി കൂട്ടി വെക്കാം. അപ്പോൾ ഇലകളൊന്ന് വേഗം വാടി കിട്ടും. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെച്ച് വേവിക്കണ്ട കേട്ടോ, അപ്പോൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങും. കണ്ടോ, വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് മുക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഔഷധ ഗുണമേറിയ ചൊറിയണം തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ വളപ്പിലും പറമ്പിലും ഒക്കെ ധാരാളം കാണുന്നതാണിത്. ഇനി ഇതിനെ അവഗണിച്ച് കളയാതെ ഇതുപോലെ തോരനും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.